Hi all. ഫസ്റ്റ് സെമസ്റ്റർ ബികോമിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് എന്ന മൈനർ പേപ്പറിൻ്റെ ഒരു പോർഷനാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിലെ ഒരു പോർഷനാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ, അതായത് അതിൻ്റെ ടെർമിനോളജീസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എവല്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് മാർക്കറ്റിംഗ് ഫിലോസഫീസ് എന്ന് പറഞ്ഞിട്ടൊരു പോർഷനാണ്. ഓക്കെ, അതായത് നമുക്കതിൻ്റെ ഇപ്പോൾ ടൈറ്റിൽ നിങ്ങൾ വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എവല്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്സിൻ്റെ ഒറിജിൻ, അല്ലെങ്കിൽ എവിടെ നിന്നാണ് അത്, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്, അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ നോക്കുന്നത്. ആൻഡ് അതേപോലെ തന്നെ അതിൻ്റെ വേറൊരു ടെർമിനോളജി അവിടെ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് മാർക്കറ്റിംഗ് ഫിലോസഫീസ്. അപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്താ പറയുക, ആ ഒരു തിയറി നമ്മളിപ്പോൾ ഡെയിലി അല്ലെങ്കിൽ നമ്മളെ ഓരോരോ ഇയർ ബൈ ഇയർ അല്ലെങ്കിൽ ഡേ ബൈ ഡേ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ടെർമിനോളജിയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഈ ഒരു മീനിങ്ങിലേക്ക് മാർക്കറ്റിംഗ് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കാലം എടുത്തിട്ടുണ്ട്. അപ്പോൾ എവല്യൂഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് കടന്നിട്ടാണ് ഇന്ന് നമ്മൾ ഫീൽ ചെയ്യുന്നതും അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്നതുമായിട്ടുള്ള മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റിൽ നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റേജസിലൂടെയാണ് മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്സ് ഇന്നത്തെ രീതിയിലേക്ക് വന്നിട്ടുള്ളത്, അതൊക്കെയാണ് ഈ ഒരു ഹെഡിങ്ങും ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു ടൈറ്റിലും ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ എവല്യൂഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് മാർക്കറ്റിങ്ങിലേക്ക് ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലേക്ക് മാർക്കറ്റിംഗ് മാറി വന്നിട്ടുള്ളത്. ഓക്കെ, ഒരിക്കലും നമുക്കറിയാം പണ്ട് മുതലേ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിംഗ് ആയാലും മാനേജ്മെൻ്റ് ആയാലും കൊമേഴ്സ് ആയാലും എല്ലാ കാര്യങ്ങളും ഒരുപാട് കാലത്തെ അല്ലെങ്കിൽ ചേഞ്ചസ് ഒക്കെ വന്നിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലേക്ക് അത് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതേപോലെ ഒരു സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്തിനുമുണ്ട്, മാർക്കറ്റിങ്ങിനും ഉണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേജസ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ ദ ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ദ ഫസ്റ്റ് എവല്യൂഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓറിയൻറ്റേഷൻ ആണ്. ഓക്കെ, അതായത് ഫസ്റ്റ് ഇറ ഓഫ് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലേറ്റ് 19th സെഞ്ച്വറി ടു ഏർലി 20th സെഞ്ച്വറി, അതായത് ഒരുപാട് കാലം മുമ്പ് ഉള്ള കാര്യമാണ് പറയുന്നത്. 19ാം നൂറ്റാണ്ടിൻ്റെയും 20ാം നൂറ്റാണ്ടിൻ്റെയും ആ ഒരു കാലഘട്ടത്തിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ഫിലോസഫീസൊക്കെ ഇത്ര വൈഡായിട്ട് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ അതിലാദ്യം അവർ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് പ്രൊഡക്ഷൻ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേജാണ്. അതായത് മാർക്കറ്റിംഗ് മീൻസ് എന്താണ്, ഓൺലി പ്രൊഡക്ഷൻ. ഓക്കെ, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, പ്രൊഡക്ഷൻ മാത്രമാണ് എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു സ്റ്റേജാണ് നമ്മുടെ ആദ്യത്തെ എവല്യൂഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദ ഫസ്റ്റ് എവല്യൂഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓറിയൻറ്റേഷൻ. ഒന്നാമത്തെ സ്റ്റേജ് ഓഫ് എവല്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ് ഈസ് പ്രൊഡക്ഷൻ ഓറിയൻറ്റേഷൻ. അപ്പോൾ അതിൻ്റെ ടൈം പീരീഡാണ് നമ്മളവിടെ കൊടുത്തിട്ടുള്ളത്. ദാറ്റ് ഇസ് ലേറ്റ് 19th സെഞ്ച്വറി ടു ഏർലി 20th സെഞ്ച്വറി. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 20ാം നൂറ്റാണ്ടിൻ്റെ മുൻപുമായിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഫസ്റ്റ് എവല്യൂഷൻ സ്റ്റേജ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫോക്കസ് ഏരിയാസ് എന്തായിരുന്നു, മാസ് പ്രൊഡക്ഷൻ ആൻഡ് എഫിഷ്യൻസി. അതായത് പ്രൊഡക്ഷൻ, ഒരുപാട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കറിയാം ഒരുപാട് ഫാക്ടറീസും അതുപോലെ കമ്പനീസൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളൊരു കാലഘട്ടമാണ് ഈ 1990-കൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കറിയാം നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മേ ബി അവരുടെയൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറയണത്. അപ്പോൾ ഈ ഒരു 90-കൾ എന്നൊക്കെ പറയുമ്പോൾ അതായത് 90s എന്ന് പറയുന്നത് ഒരുപാട് കാലം മുമ്പുള്ളതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ മെയിൻ ഫോക്കസ് ഏരിയ അല്ലെങ്കിൽ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ മെയിൻ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് മാസ് പ്രൊഡക്ഷൻ, അതായത് ഒരുപാട് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷനും അതേപോലെ ബിസിനസ്സൊക്കെ ഒരുപാട് ഡെവലപ്പായി. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പുതിയ പുതിയ ഫാക്ടറീസൊക്കെ തുടങ്ങി വരുന്നൊരു കാലഘട്ടമാണ്. അതായത് ആൾക്കാർ സാധനങ്ങൾ ഒരുപാട് കൺസ്യൂം ചെയ്യാൻ തുടങ്ങി, അപ്പോൾ കുറേ ഫാക്ടറീസൊക്കെ ഉണ്ടായി. അതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ കാലഘട്ടത്തിൽ ബിസിനസ്സൊക്കെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, മാക്സിമം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. Okay, during Industrial Revolution, businesses were focused on producing goods as efficiently and cheaply as possible. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും അധികം പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ
എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, കമ്പനീസ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദ അസംഷൻ വാസ് ദാറ്റ് ദ കൺസ്യൂമർ വുഡ് പ്രിഫർ ദ പ്രൊഡക്ട്സ് ദാറ്റ് വേ ആർ വൈഡ്ലി അവൈലബിൾ ആൻഡ് അഫോർഡബിൾ. അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റ് ഇങ്ങനെ ഉണ്ടാക്കി വിടുന്ന കമ്പനീസിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ അവരുടെ മനസ്സിലെന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്ത് തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിലും, അതായത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും കൺസ്യൂമേഴ്സ് അതെന്ത് ചെയ്തോളും, കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നോളും എന്നുള്ളൊരു തോന്നലായിരുന്നു ആക്ച്വലി ഈ പ്രൊഡക്ഷൻ ഓറിയൻറ്റേഷൻ കാലഘട്ടത്തിൽ കമ്പനീസിന് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ മെയിൻ കീ ഐഡിയ എന്ന് പറയുന്നത് ഇഫ് വി ക്യാൻ പ്രൊഡ്യൂസ് ഇറ്റ് പീപ്പിൾ വിൽ ബൈ ഇറ്റ്. നമുക്കത് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്തോളും, ഷുഡ് ബൈ, അവരത് വാങ്ങിക്കോളും. ഈ ഒരു കോൺസെപ്റ്റാണ് എവിടെ ഉണ്ടായത്, പ്രൊഡക്ഷൻ ഓറിയൻറ്റേഷൻ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അവിടെ കൺസ്യൂമേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ചിന്തിച്ചിട്ട് പോലുമില്ല. ഓക്കെ, അതായത് കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു തോട്ട് എവിടെ ഇല്ലായിരുന്നു, നമ്മുടെ പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ കമ്പനീസിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിളൊക്കെ നമ്മളിവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഹെൻറി ഫോർഡ്സ് അസംബ്ലി ലൈൻ ആൻഡ് ദ മോഡൽ ഓഫ് ടി ഫോർഡ്. ഓക്കെ, കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് പറയുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ ഓറിയൻറ്റേഷൻ ഇൻ മാർക്കറ്റിംഗ് ഇസ് എ ബിസിനസ് അപ്രോച്ച് ദാറ്റ് എംഫസൈസ് ദ എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്, ദ വോളിയം ഓഫ് ഔട്ട്പുട്ട് ആൻഡ് കോസ്റ്റ് മിനിമൈസേഷൻ. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഈ ഒരു കാലഘട്ടത്തിൽ കമ്പനീസ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നെന്താണ്, എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ, അതായത് എങ്ങനെയാണ് വേസ്റ്റ് ഒന്നും ഇല്ലാണ്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന റോ മെറ്റീരിയലിനെ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ദാറ്റ് ഈസ് കോൾഡ് എഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ. പിന്നെ രണ്ടാമത്തെ കാര്യം വോളിയം ഓഫ് ഔട്ട്പുട്ട്, നമുക്ക് എത്രമാത്രം ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എത്രമാത്രം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അത്രയും പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുക, മാക്സിമം പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ എന്താ നോക്കേണ്ടത്, കോസ്റ്റ് മിനിമൈസ് ചെയ്യുക, പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന ചിലവ് മാക്സിമം എന്ത് ചെയ്യുക, കുറയ്ക്കുക. അപ്പോൾ ചിലവ് കുറഞ്ഞാലാണ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊഡക്റ്റിന് പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, അതായത് നമുക്കിപ്പോൾ സപ്പോസ് നമ്മുടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു പെന്ന് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, ഒരു പെന്ന് ഒരൊറ്റ സിംഗിൾ പെന്ന് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ, ഒരു കമ്പനി ഉണ്ടാക്കണമെങ്കിൽ അതിന് 5 rupees കോസ്റ്റ് വരുന്നുണ്ട് വിചാരിക്കാം. അപ്പോൾ 5 രൂപ കോസ്റ്റ് വരുന്ന ഒരു പ്രൊഡക്റ്റ് അവർക്ക് എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റും, ദേ ക്യാൻ സെൽ ഇറ്റ് ഫോർ 6 rupees അല്ലേ. ഒന്നുകിൽ 6 രൂപയ്ക്ക് വിൽക്കാം, 7 രൂപയ്ക്ക് വിൽക്കാം, 8 രൂപയ്ക്ക് വിൽക്കാം. ഓക്കെ, കാരണം എന്താണ്, അവർക്ക് ചിലവ് എത്രയേ ഉള്ളൂ, 5 രൂപയേ ഉള്ളൂ. ആ 5 രൂപ കവർ ചെയ്ത് കിട്ടുന്നത്, 5 രൂപയിൽ കൂടുതൽ കിട്ടുന്ന ഓരോ പണവും അവരുടെ എന്താണ്, പ്രോഫിറ്റാണ്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ഉദ്ദേശമുണ്ടായിരുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ. ഓക്കെ, കമ്പനി ദാറ്റ് അഡോപ്റ്റ് ദിസ് ഓറിയൻറ്റേഷൻ ബിലീവ്സ് ദാറ്റ് ദ കൺസ്യൂമർ പ്രൈമറിലി വാണ്ട് പ്രൊഡക്ട്സ് ദേ ആർ റെഡിലി അവൈലബിൾ ആൻഡ് അഫോർഡബിൾ. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ മുമ്പിലേക്ക് നമ്മൾ അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും പെട്ടെന്ന് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് എന്തായാലും ബൈ ചെയ്യും എന്നുള്ളൊരു തോന്നലായിരുന്നു ഏത് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്, പ്രൊഡക്ഷൻ ഓറിയൻറ്റേഷൻ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ മെയിൻ ഫീച്ചേഴ്സ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഫോക്കസ് ഓൺ ഹൈ പ്രൊഡക്ഷൻ എഫിഷ്യൻസി, ഓൾറെഡി നമ്മൾ പറഞ്ഞ പോയിൻ്റാണ്. എംഫസിസ് ഓൺ കോസ്റ്റ് റിഡക്ഷൻ, മാക്സിമം ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പ്രൊഡക്റ്റ് അവൈലബിലിറ്റി, പിന്നെ എല്ലായിടത്തും ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കുക. ഓക്കെ, മാക്സിമം സ്ഥലങ്ങളിൽ പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കുക. പിന്നെ വരുന്നത് ലിമിറ്റഡ് കസ്റ്റമൈസേഷൻ, ഒരിക്കലും കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പരിപാടി എവിടെ ഉണ്ടായില്ല, പ്രൊഡക്ഷൻ ഓറിയൻറ്റേഷനിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ, കൺസ്യൂമേഴ്സ് ഇത് ഡിമാൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം അവിടെ ഉദിക്കുന്നേ ഇല്ല. ദാറ്റ് ഈസ് അവരെപ്പോഴും ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്, നമ്മൾ എന്തുണ്ടാക്കി കൊടുത്താലും കൺസ്യൂമേഴ്സ് ബൈ ചെയ്യും എന്നുള്ളൊരു തോട്ടിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, പിന്നെ മാർക്കറ്റ് റിസർച്ച് ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ് എന്താണ്, പ്രിഫറൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കമ്പനീസ് നടത്തുന്ന ഒരു റിസർച്ചാണ്, അല്ലെങ്കിൽ ഒരു ഗവേഷണം പറയില്ലേ, റിസർച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവേഷണമാണ്, അതിനെയാണ് നമ്മൾ മാർക്കറ്റ് റിസർച്ച് പറയുക. അങ്ങനെ ഒരു പരിപാടി അവിടെ ഇല്ല, നമ്മുടെ പ്രൊഡക്ഷൻ ഓറിയൻറ്റേഷൻ കാലഘട്ടത്തിൽ കമ്പനീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ദെൻ അതിന് എക്സാമ്പിൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫോർഡ് മോട്ടോർ കമ്പനി, early 20th century. In early 90s, Ford exemplified production orientation with its Model T. The focus was on mass production using assembly lines, which are drastically reduced the cost and made the car affordable for the broad audience. അപ്പോൾ പറഞ്ഞത് വായിച്ചിട്ട് മേ ബി നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ 20th സെഞ്ച്വറിയിൽ, അതായത് ഒരുപാട് പഴക്കമുള്ളൊരു കാർ മാനുഫാക്ചറിൽ ഒരു 4-wheeler മാനുഫാക്ചറിങ് കമ്പനിയാണ് ഫോർഡ്. അപ്പോൾ ഫോർഡിൻ്റെ ഏറ്റവും കൺസ്യൂമേഴ്സ് ബൈ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മോഡലാണ് ഫോർഡ് ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡൽ.
അപ്പോൾ ഈ ഒരു മോഡലാണ് ആക്ച്വലി കമ്പനിക്ക് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നൊരു മോഡൽ. അപ്പോൾ അവരെന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചീപ്പറായിട്ട് അവൈലബിൾ ആവുന്ന റിസോഴ്സസ് വെച്ചിട്ട് ഒരുപാട് കാറുകൾ, അതായത് ഈ സെയിം മോഡലുള്ള ഒരുപാട് കാറുകൾ എന്ത് ചെയ്തു, മാസ് പ്രൊഡക്ഷൻ നടത്തുക, ഒരുപാട് കാറുകൾ പ്രൊഡ്യൂസ് ചെയ്യുക. ആൻഡ് അങ്ങനെ ഒരുപാട് കാറുകൾ ഒന്നിച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതെന്ത് ചെയ്യാണ്, ഒന്നിച്ചിട്ടൊരു സംഭവം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ കോസ്റ്റ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈസ് ഓഫ് ദ കാർ ഓൾസോ എന്താണ്, കുറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അഫോർഡബിൾ ആവുന്ന, ആർക്കും വാങ്ങാൻ പറ്റുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ആർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൈസിലേക്ക് ഫോർഡിൻ്റെ ഈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ വന്നു. അപ്പോൾ ഇതിൽ അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ്, മാക്സിമം എഫിഷ്യൻ്റായിട്ട് ഒരുപാട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക ആൻഡ് അത് എവിടെയും എല്ലായിടത്തും അവൈലബിൾ ആക്കുക. ഓക്കെ, ഇതാണ് ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ഒരുപാട് കാലഘട്ടത്തിന് മുമ്പുള്ള കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അതായത് 1990 ആണ് ആക്ച്വലി ഫോർഡ് ഈ ഒരു മോഡൽ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വരുന്നത് മക്ഡൊണാൾഡ്സിന് ഏർലി ഇയേഴ്സിൽ, ഇപ്പോഴും മക്ഡൊണാൾഡ് മാർക്കറ്റിൽ വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് പോണ ഒരു കമ്പനിയാണ്. അവരും അതുപോലെ ഒരു 80s 90s മാർക്കറ്റിൽ നന്നായിട്ട് ഓടിയിരുന്ന ഒരു കമ്പനിയായിരുന്നു. അവരും ഇതേപോലെ ഇനീഷ്യലി ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫാസ്റ്റ് ഫുഡ്സ്, അതായത് ഫാസ്റ്റ് ഫുഡ് എഫിഷ്യൻ്റായിട്ട് ഒരുപാട് മക്ഡൊണാൾഡിൻ്റെ ഒരുപാട് ഫുഡ് ഐറ്റംസ് അവരെന്ത് ചെയ്യാണ്, മാസ്സായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക ആൻഡ് അത് എല്ലായിടത്തും അവൈലബിൾ ആക്കുക. അതേപോലെ അതിൻ്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്തിട്ട് മാക്സിമം കുറഞ്ഞ പ്രൈസിൽ എല്ലാവർക്കും അവൈലബിൾ ആക്കുക. ആൻഡ് ഇങ്ങനെ ഈ ഒരു മാസ് പ്രൊഡക്ഷനിൽ ഫോക്കസ് ചെയ്തിട്ടാണ് ആക്ച്വലി മക്ഡൊണാൾഡ് മാർക്കറ്റ് പിടിച്ചത്. ദെൻ ലേറ്റർ അവർ സ്ലൈറ്റ്ലി അവരുടെ പ്രൊഡക്റ്റിൽ വെറൈറ്റീസ് കൊണ്ടുവന്നു, അതേപോലെ പ്രൈസ് സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ലോകത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റ്ലിയർ ആയിട്ട് വരുന്ന ഒരു ഫുഡ് മാനുഫാക്ചറിങ് കമ്പനിയായിട്ട് മക്ഡൊണാൾഡ് മാറിയിട്ടുണ്ട്. അപ്പോൾ കാരണം ഇത് മുൻപ്, അതായത് ഇവർ ഈ പ്രൊഡക്ഷൻ ഓറിയൻറ്റേഷനാണ് ഫോക്കസ് ചെയ്തിരുന്ന കാലഘട്ടത്തിൽ അവർ മാർക്കറ്റിൽ ഒരുപാട് കസ്റ്റമേഴ്സിനെ ഹോൾഡ് ചെയ്തു. അപ്പോൾ അത് വെച്ചിട്ടാണ് അവർ പിന്നെ ബാക്കിയുള്ള കാലഘട്ടത്തിലേക്ക് അവരുടെ ആ ഒരു സക്സസ് അവർക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ 2 എക്സാമ്പിൾ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നതായിരുന്നില്ല. പ്രൊഡക്ഷൻ ഓറിയൻറ്റേഷനിൽ അതിൻ്റെ ടേം സൂചിപ്പിക്കുന്ന പോലെ തന്നെ പ്രൊഡക്ഷൻ ആയിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് അവരുടെ ഒട്ടും വേസ്റ്റേജ് ഇല്ലാണ്ട് അവർക്ക് കിട്ടുന്ന റോ മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുക, മാക്സിമം എഫിഷ്യൻ്റായിട്ട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. ആൻഡ് എഫിഷ്യൻ്റായിട്ട് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരുപാട് പ്രൊഡക്റ്റ്സ് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് മാസ് പ്രൊഡക്ഷൻ. ആൻഡ് മാസ് പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും, കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ ഒരേ പ്ലാന്റിൽ ഇങ്ങനെ ഉണ്ടാക്കി വിടുമ്പോൾ നമുക്കതിൻ്റെ ചിലവ്, ഒരു പെർ യൂണിറ്റിൻ്റെ ചിലവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ കോസ്റ്റ് കുറയും, ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈസ് കുറയും. പ്രൈസ് കുറഞ്ഞ് ഈ പ്രൊഡക്റ്റ് എല്ലായിടത്തും അവൈലബിൾ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കസ്റ്റമേഴ്സ് അത് കൂടുതലായിട്ട് ബൈ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഈ ഒരു തോട്ടാണ് നമ്മുടെ ഫസ്റ്റ് ഇറ ഓഫ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഓറിയൻറ്റേഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓറിയൻറ്റേഷൻ. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓറിയൻറ്റേഷനാണ്. ദ ഫസ്റ്റ് സ്റ്റേജ് ഇസ് പ്രൊഡക്ഷൻ ഓറിയൻറ്റേഷൻ ആൻഡ് ദ സെക്കൻഡ് സ്റ്റേജ് ഇസ് പ്രൊഡക്റ്റ് ഓറിയൻറ്റേഷൻ. പ്രൊഡക്റ്റ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലായിരുന്നു, അതായത് 90s അവസാനവും 20th സ്റ്റാർട്ടിങ്ങിലുമായിരുന്നു നമ്മുടെ പ്രൊഡക്ഷൻ ഓറിയൻറ്റേഷൻ ഉണ്ടായിരുന്നതെങ്കിൽ നമ്മുടെ 20th സെഞ്ച്വറിയിലേക്ക് വന്ന ഒരു മാറ്റമാണ് ഏതെന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓറിയൻറ്റേഷൻ. അതായത് അതുവരെ പ്രൊഡക്ഷൻ ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനീസ് സ്ലൈറ്റ്ലി എവിടേക്ക് മാറുകയാണ്, പ്രൊഡക്റ്റിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റ് ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ ദ സെക്കൻഡ് സ്റ്റേജിൽ പറയുന്നത് ഫോക്കസ് ഓൺ പ്രൊഡക്റ്റ് ക്വാളിറ്റി, ഇന്നോവേഷൻ ആൻഡ് ഫീച്ചേഴ്സ്. അപ്പോൾ സ്ലൈറ്റ്ലി പ്രൊഡക്ഷൻ ഇങ്ങനെ ഉണ്ടാക്കി ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞ ഒരു തോട്ടിനകത്തു നിന്ന് കമ്പനീസ് സ്ലൈറ്റ്ലി പ്രൊഡക്റ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ അവർ സ്ലൈറ്റ്ലി എന്തിന് ശ്രദ്ധിക്കാൻ തുടങ്ങി, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി, ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ തുടങ്ങി. ഇന്നോവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതുമകൾ, ദാറ്റ് ഈസ് പ്രൊഡക്റ്റിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവരിക, പുതിയ പരീക്ഷണങ്ങൾ നടത്തുക. ദെൻ അതേപോലെ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് അപ്ഗ്രേഡ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമാണ് 20th സെഞ്ച്വറി, അതായത് 20th സെഞ്ച്വറീൻ്റെ ആദ്യ കാലഘട്ടം എന്ന് പറയുന്നത്, അതായത് പ്രൊഡക്റ്റ് ഓറിയൻറ്റേഷൻ. ആൻഡ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ as production capabilities are increased, business began focusing on improving the quality and features of their product, believing that better products would naturally attract more customers. And their key idea is
ഇഫ് വി ബിൽഡ് എ ബെറ്റർ പ്രൊഡക്റ്റ് കൺസ്യൂമേഴ്സ് വിൽ കം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോയിൻ്റ് ഓഫ് വ്യൂന്ന് ഇവരെന്ത് ചെയ്തു, അതായത് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാക്കി കുറേ ആൾക്കാർക്ക് കൊടുത്തിട്ട് നമുക്ക് വലിയൊരു ലാഭം കിട്ടില്ല എന്നുള്ളൊരു തോന്നൽ കമ്പനീസിൽ വരാൻ തുടങ്ങിയപ്പം അവരെന്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി, പ്രൊഡക്റ്റിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് അവരുടെ കീ ഇമ്പോർട്ടൻസ് അവർ കൊടുത്തിട്ടുള്ളത് എന്തിനായിരുന്നു, ദേ ആർ ഫോക്കസിങ് ഓൺ ദെയർ പ്രൊഡക്റ്റ്. അവരുടെ പ്രൊഡക്റ്റിലേക്കും പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സിലേക്കും എന്ത് ചെയ്യാൻ തുടങ്ങി, കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ അവരുടെ ബിലീവിൽ ചെറിയൊരു മാറ്റം വന്നു. നമ്മൾ ബെറ്റർ പ്രൊഡക്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കുറേ കസ്റ്റമേഴ്സ് നമ്മുടെ കമ്പനിയിലേക്ക് എന്തായി വരും, അട്രാക്റ്റ് ആയിട്ട് വരും എന്നുള്ളൊരു തോട്ട് അവരിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ അവരുടെ കീ ഐഡിയ നമ്മളൊന്ന് ഓർത്ത് വയ്ക്കുക. ഇഫ് യു ബിൽഡ് എ ബെറ്റർ പ്രൊഡക്റ്റ് കൺസ്യൂമേഴ്സ് വിൽ കം. നമ്മളൊരു നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും എന്ത് വരും, കസ്റ്റമേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റിനെ തേടി വരും. ഈ ഒരു സംഭവമാണ് ആക്ച്വലി പ്രൊഡക്റ്റ് ഓറിയൻറ്റേഷൻ്റെ കീ ഏരിയ അല്ലെങ്കിൽ കീ ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഉള്ള കമ്പനീസിൻ്റെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ജില്ലെറ്റ്, അതുപോലെ കൊഡാക്ക്, വിച്ച് ഫോക്കസ്ഡ് ഓൺ ഡെവലപ്പിംഗ് സുപ്പീരിയർ പ്രൊഡക്ട്സ്. ഓക്കെ, ആൻഡ് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രൊഡക്റ്റ് ഓറിയൻറ്റേഷൻ ഇൻ മാർക്കറ്റിംഗ് ഈസ് എ ബിസിനസ് അപ്രോച്ച് ദാറ്റ് ഫോക്കസസ് ഓൺ ക്രിയേറ്റിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പ്രൊഡക്ട്സ് ബേസ്ഡ് ഓൺ കമ്പനീസ് capabilities ആൻഡ് expertise rather than on consumer needs or market demands. അപ്പോൾ സ്വന്തം കമ്പനീൻ്റെ കപ്പാബിലിറ്റീസിനനുസരിച്ച് അല്ലെങ്കിൽ സ്വന്തം കമ്പനിക്ക് എന്ത് പറ്റുമോ എന്നുള്ള ഒരു സാധനത്തിൽ നിന്ന് മാറിയിട്ട് എന്താണ് ആക്ച്വലി കൺസ്യൂമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നത്, ഓക്കെ, കൺസ്യൂമേഴ്സിന് എന്താണ് വേണ്ടത് അത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു തോട്ടിലേക്ക് മാറുന്നതാണ് പ്രൊഡക്റ്റ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കമ്പനീസ് വിത്ത് പ്രൊഡക്റ്റ് ഓറിയൻറ്റേഷൻ ബിലീവ്സ് ദാറ്റ് if they develop a high quality or innovative product, consumers will naturally be drawn to them. അപ്പോൾ ഇവരുടെ ബിലീഫ് എങ്ങനെയൊക്കെ മാറിയിട്ടുണ്ട്, ഒരു നല്ല ക്വാളിറ്റിയുള്ള, നല്ല കപ്പാബിലിറ്റീസ് ഉള്ള, നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കമ്പനിയിലേക്ക് കൺസ്യൂമേഴ്സ് വന്നോളും. ഈ ഒരു തോട്ടാണ് പ്രൊഡക്റ്റ് ഓറിയൻറ്റേഷനിൽ കമ്പനീസിന് ഉണ്ടായിരുന്നത്. ആൻഡ് ദ ഫീച്ചേഴ്സ് ആർ ഫോക്കസസ് ഓൺ പ്രൊഡക്റ്റ് ക്വാളിറ്റി ആൻഡ് ഇന്നോവേഷൻ. പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ അവർ ശ്രദ്ധിക്കാൻ തുടങ്ങി, പിന്നെ ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ തുടങ്ങി. അതായത് ഓൾറെഡി ഉള്ള പ്രൊഡക്റ്റിൻ്റെ മുകളിൽ തന്നെ എന്തൊക്കെ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമ്മൾ സ്ലൈറ്റായിട്ട് നമ്മളൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ പണ്ടൊക്കെ എന്താണ് സോപ്പ് മാത്രമായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് കുളിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മുടെ ബോഡി വൃത്തിയാക്കാനും മുഖം കഴുകാനും ഒക്കെ നമ്മൾ എന്താണ് ഓൺലി സോപ്പ് മാത്രമായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് പിന്നെയാണ് എന്ത് വരാൻ തുടങ്ങിയത്, ഫേസ് വാഷസ്, അതായത് മുഖം കഴുകാൻ മാത്രമായിട്ടൊരു പ്രൊഡക്റ്റ്, അങ്ങനെ ഓരോ സെപ്പറേറ്റ് പ്രൊഡക്ട്സുകൾ വരാൻ തുടങ്ങിയത്. ഫേസ് വാഷസ് വന്നപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ മുഖത്ത് സോപ്പ് ഉപയോഗിക്കുന്നതിന് പകരം എന്ത് ഉപയോഗിക്കാൻ തുടങ്ങി, ഫേസ് വാഷസ് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഓരോ പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് ഇന്നോവേഷൻസ് കൊണ്ടുവരാം. അതുപോലെ തന്നെ അതുവരെ എന്താണ് ഹാർഡായിട്ടുള്ള, അതായത് ലിക്വിഡ് അല്ലാത്ത രൂപത്തിലുള്ള സോപ്പുകൾ ഉപയോഗിച്ച സ്ഥലത്തേക്ക് ലിക്വിഡ് സോപ്പുകൾ വന്നിട്ടുള്ളത്, അതൊരു ഇന്നോവേഷനാണ്, അതൊരു മാറ്റമാണ്. ഓക്കെ, അതേപോലെ ഒരു പർട്ടിക്കുലർ സോപ്പ് അതിൻ്റെ അതേ ബ്രാൻഡ് തന്നെ പല എന്താണ് സ്മെല്ലുള്ള സോപ്പുകൾ കൊണ്ടുവരിക, അതൊക്കെ ഓരോരോ ഇന്നോവേഷൻസാണ്. അങ്ങനെ ഓരോ കാര്യത്തിലും ഇന്നോവേഷൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങും, ആ ഒരു പ്രൊഡക്റ്റിലേക്ക് സ്വിച്ച് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടുക, അതേപോലെ ഇന്നോവേഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രൊഡക്റ്റ് ഓറിയൻറ്റേഷൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി, കുറച്ചൊക്കെ മാർക്കറ്റിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നെ എപ്പോഴും മാർക്കറ്റിംഗ് നടത്തുന്നത്, അതായത് പ്രൊഡക്റ്റ് സെൻട്രിക് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ആണ്. അവർ കീ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് എന്തിനാണ്, പ്രൊഡക്റ്റിനാണ്. ഓക്കെ, ആൻഡ് ദ ഡെവലപ്മെൻറ്റ് പ്രോസസ് ഇസ് ടിപ്പിക്കലി ഗൈഡഡ് by what the company believes is best, relying on internal expertise and technical capabilities rather than consumers' feedback. പിന്നെ ഇവർക്കുണ്ടായിരുന്ന മെയിൻ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, വാട്ട് കമ്പനി ഇസ് ഫീൽ ഗുഡ്. ഒരു കമ്പനിക്ക് എന്താണ്, അപ്പം ഇത് ഉണ്ടാക്കുന്ന കമ്പനിക്ക് ഇത് നല്ല പ്രൊഡക്റ്റാണ്, ഇത് ആൾക്കാർ വാങ്ങും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് മാർക്കറ്റിലേക്ക് ഇറക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആക്ച്വലി കൺസ്യൂമേഴ്സ് അത് ഡിമാൻഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് അവർക്കൊരു ക്വസ്റ്റ്യനേ ഉണ്ടായിരുന്നില്ല. അവർക്ക് ഫീൽ ചെയ്യാണ് ഇതൊരു നല്ല പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ ഒരു സുപ്പീരിയർ പ്രൊഡക്റ്റാണ് എന്ന് കമ്പനിക്ക് തോന്നിയാൽ അത് കമ്പനി നേരെ എന്ത് ചെയ്യുന്നു, മാർക്കറ്റിലോട്ട് ഇറക്കുന്നു. അവിടെ കൺസ്യൂമേഴ്സിന് ആ പ്രൊഡക്റ്റ് വേണോ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് അത് ഡിമാൻഡ് ചെയ്യുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല.
ഓക്കെ. അപ്പോൾ എപ്പോഴും കമ്പനീൻ്റെ ടെക്നിക്കൽ ക്യാപ്പബിലിറ്റീസിനനുസരിച്ചിട്ട്, കമ്പനിയിലെ ഇൻറ്റേർണൽ പേഴ്സൺസിൻ്റെ എക്സ്പേർട്ടൈസിനനുസരിച്ചിട്ട്, കമ്പനീൻ്റെ വലിയ വലിയ ആൾക്കാരുടെയൊക്കെ ഒപ്പീനിയൻസ് അനുസരിച്ചിട്ടാണ് അവർ പ്രൊഡക്റ്റിനെ തീരുമാനിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് അത് നമ്മൾ മാർക്കറ്റിലോട്ട് ഇറക്കിയാൽ കൺസ്യൂമേഴ്സ് അത് വാങ്ങുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊന്നും അവർക്ക് യാതൊരു കൺഫ്യൂഷനും ഉണ്ടായിരുന്നില്ല. ഓക്കെ. ദെൻ അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആപ്പിൾ അതായത് നമുക്കറിയാം ഇപ്പോൾ ഏത് കുട്ടികൾക്കും അല്ലെങ്കിൽ ഏതൊരാൾക്കും ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് പരിചയമില്ലാത്ത ഉണ്ടാവില്ല. ഓക്കെ. ആൻഡ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അല്ലെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരുടെ കയ്യിലും ആപ്പിളിൻ്റെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന ആപ്പിളിൻ്റെ ഏർലി സ്റ്റേജസ്, അതായത് ആപ്പിൾ ഡെവലപ്പ് ചെയ്ത് വന്ന അതിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ആപ്പിൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രൊഡക്റ്റ് ഓറിയൻറ്റേഷനിലായിരുന്നു. ഇൻ ഇറ്റ്സ് early years, Apple was highly product oriented, focusing on developing innovative and cutting edge technologies such as Macintosh. അപ്പോൾ ആപ്പിളിൻ്റെ മാക്കിൻടോഷ് എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ ഉണ്ടായിരുന്നു. ആപ്പിൾ മാക്കിൻടോഷ് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാവും എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഇന്നോവേറ്റീവ്. അതായത് അതുവരെ ഉണ്ടായിരുന്ന ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിൽ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു ആപ്പിളിൻ്റെ മാക്കിൻടോഷ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഈ ഒരു സംഭവം ആപ്പിളിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. ആൻഡ് അത് എന്താണ്, ഹൈലി ഫോക്കസ്ഡ്, അതായത് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ബാക്കിയുള്ള ഇലക്ട്രോണിക് ഗുഡ്സിനേക്കാളും ഏറ്റവും കൂടുതൽ സുപ്പീരിയർ ക്വാളിറ്റി ഉണ്ടായിരുന്നത് ഈ ഒരു പ്രൊഡക്റ്റിനായിരുന്നു. അതേപോലെ അതിന് ഏറ്റവും കൂടുതൽ എന്താണ് ഫീച്ചേഴ്സിൽ വ്യത്യാസം ഉണ്ടായിരുന്നതും ആ ഒരു കാലഘട്ടത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മാക്കിൻടോഷ് ആപ്പിളിൻ്റെ മാക്കിൻടോഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. ഓക്കെ. പിന്നെ അതേപോലെ നമുക്ക് സോണി ഇപ്പോഴും പരിചയമുള്ളൊരു ബ്രാൻഡാണ്. ആൻഡ് സോണി എന്ന് പറയുന്ന ഒരുപാട് പഴക്കമുള്ള ഒരു ബ്രാൻഡാണ്. ഈ പറയുന്ന ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഒക്കെ മേക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബ്രാൻഡാണ് ഇപ്പോഴും സ്റ്റിൽ. സോണി ഹാസ് historically been product oriented, particularly in the development of electronics like Walkman and PlayStation. The company focused on technological innovation and product excellence. ഇതിൽ നമുക്ക് കേൾക്കുന്ന ആൾക്കാർക്ക് എത്ര പേർക്ക് വാക്ക്മാൻ പരിചയമുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ കേട്ടിട്ടുണ്ടാവും മേ ബി. ഇപ്പോൾ വാക്ക്മാൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ എന്താണ്, നമുക്കിപ്പോൾ മൊബൈലിൽ പാട്ട് കേട്ടുകൊണ്ട് ഇങ്ങനെ പോകണമെങ്കിൽ നമുക്കറിയാം മൊബൈലിൽ നമുക്ക് പാട്ട് ഇപ്പോൾ സ്പോട്ടിഫൈ എന്ന് പറഞ്ഞ ആപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഏത് സമയത്തും പാട്ട് കേട്ടുകൊണ്ട് നടക്കാം. അപ്പോൾ അതേപോലെ നമുക്കിങ്ങനെ ഫോണൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ വാക്ക്മാനിലായിരുന്നു നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരുന്നത്, അതായത് ഒരുപാട് കാലം മുമ്പ്. അപ്പോൾ ഈ ഒരു വാക്ക്മാൻ ഫസ്റ്റ് ലോഞ്ച് ചെയ്ത കമ്പനി എന്ന് പറയുന്നത് സോണിയാണ്. സോണിയുടെ വാക്ക്മാൻസാണ് ഫസ്റ്റ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ അതേപോലെ പ്ലേ സ്റ്റേഷൻസ് എന്ന് പറയുന്നത് ഗെയിമിംഗ് പ്ലേ സ്റ്റേഷൻസ് ഒക്കെ ഫസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായത് സോണിയാണ്. അപ്പോൾ ഇവരെപ്പോഴും ഹൈലി ടെക്നോളജിയിൽ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയായിരുന്നു. ആൻഡ് പ്രൊഡക്ഷൻ എക്സലൻസിനേക്കാളും കൂടുതൽ പ്രൊഡക്റ്റ് എക്സലൻസിനായിരുന്നു അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സ്റ്റിൽ സോണിയുടെ പ്രൊഡക്റ്റിനൊക്കെ ആ ഒരു പ്രൊഡക്റ്റിൽ വരുന്ന എക്സലൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇവർ ആപ്പിൾ ആൻഡ് സോണി ഇവരൊക്കെ ഫസ്റ്റ് ഫോക്കസ് ചെയ്തിരുന്നത് എന്തിനെയായിരുന്നു, പ്രൊഡക്റ്റിനെ ആയിരുന്നു എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഓറിയൻറ്റേഷനാണ്. ദേ ആർ ഫോക്കസിങ് ഓൺ പ്രൊഡക്ഷൻ ഓൺലി. രണ്ടാമത്തത് പ്രൊഡക്റ്റ് ഓറിയൻറ്റേഷനാണ്. ആൻഡ് ദ തേർഡ് ഇസ് സെയിൽസ് ഓറിയൻറ്റേഷൻ. സെയിൽസ് ഓറിയൻറ്റേഷൻ നമുക്ക് കൃത്യമായിട്ടൊരു കാലഘട്ടം പറയാൻ വേണ്ടിയിട്ട് പറ്റും. 20th സെഞ്ച്വറി അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് കറക്റ്റായിട്ട് പറയാം 1920s to 1950s. 1920 മുതൽ അല്ലെങ്കിൽ 20 ആ ഒരു കാലഘട്ടം മുതൽ 1950 വരെയുള്ള കാലഘട്ടത്തിൽ കമ്പനീസ് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്തിലായിരുന്നു, സെയിൽസ് ഓറിയൻറ്റേഷനിലായിരുന്നു. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്കതിൻ്റെ ടേം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു തോന്നൽ വന്നിട്ടുണ്ടാവും, എന്താണ് അവർ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക, സെയിൽസിലായിരിക്കും അല്ലേ, മാക്സിമം സെയിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഫോക്കസ് കൊടുത്തിരിക്കുന്നത് എന്തിനാണ്, അഗ്രസീവ് സെയിൽസ് ടെക്നിക് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്സ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് കമ്പനീസ് മനസ്സിലാവുന്നത്. അതായത് പ്രൊഡക്ഷനും അവിടെ നിന്നിട്ട് സെയിൽസ് എങ്ങനെ കൂട്ടാം, ഓക്കെ, സെയിൽസ് ഓറിയൻറ്റഡ് ആയിട്ട് ബിസിനസ് ചെയ്യാൻ എങ്ങനെ പറ്റും എന്നുള്ളതായിരുന്നു കമ്പനീസ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ സെയിൽസ് ടെക്നിക്സിലായിരുന്നു അവർ കീ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതുപോലെ അഡ്വർടൈസ്മെൻറ്റ്സ്. Okay, and their context is, as markets becomes saturated and competition is increased, business realized that just producing and improving the products wasn't it enough. They needed to actively pursue the consumer to buy.
ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൂട്ടിയത് കൊണ്ട് മാത്രം കാര്യമില്ല. കോമ്പറ്റീഷൻ ഒരുപാട് കൂടി, അതായത് നമ്പർ ഓഫ് കമ്പനീസ് ലോകത്ത് ഒരുപാട് ഇൻക്രീസ് ചെയ്തൊരു കാലഘട്ടമാണ് 1920, 1950 കാലഘട്ടത്തിലൊക്കെ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അതിൻ്റെ പീക്ക് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് കോമ്പറ്റീഷനെ മേക്കപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ കോമ്പറ്റീഷനെ അടുത്ത് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്ഷനിലോ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യമല്ല, കൺസ്യൂമേഴ്സിനെ കൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ വാങ്ങിപ്പിക്കണം. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് പെർസ്യൂഡേറ്റ് ദ കൺസ്യൂമർ ടു ബൈ. അപ്പോൾ പെർസ്യൂഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി കൺസ്യൂമേഴ്സിനെ എന്ത് ചെയ്യാണ്? നിർബന്ധിച്ച് വാങ്ങിപ്പിക്കുക. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് കൺസ്യൂമേഴ്സിനെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏരിയ എന്നുള്ളത് കമ്പനീസിന് തോന്നിയത് ഏത് കാലത്താണ്? ഈ ഒരു സമയത്താണ്. ഓക്കെ, ആൻഡ് ദേ ഹാവ് എ കീ ഐഡിയ ദാറ്റ് വി മസ്റ്റ് പുഷ് പ്രൊഡക്റ്റ് ഓൺ ടു കൺസ്യൂമേഴ്സ്. നമ്മൾ പ്രൊഡക്റ്റ് എന്ത് ചെയ്തിരിക്കണം? കൺസ്യൂമേഴ്സിലേക്ക് അടിച്ചേൽപ്പിക്കണം, അതായത് പുഷ് ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ കൺസ്യൂമേഴ്സിനെ കൊണ്ട് വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ സെയിൽസ് ഓറിയൻറ്റേഷനിൽ ഉദ്ദേശിക്കുന്നത്. ആൻഡ് എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ ഡോർ ടു ഡോർ സെയിൽസ് ഒക്കെ ഇൻക്രീസ് ചെയ്തൊരു കാലം, അതേപോലെ ടെലി മാർക്കറ്റിംഗ്, അതേപോലെ ഹെവി അഡ്വർടൈസ്മെൻറ്റ്സ് ക്യാമ്പയിൻസ് ഒക്കെ നടന്നൊരു കാലഘട്ടമാണ് ഈ പറയുന്ന സെയിൽസ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് 1-to-1 സെയിൽസ് ഒക്കെ നടത്തിയിട്ട് ആൾക്കാരെ കൊണ്ട് സാധനങ്ങൾ വാങ്ങിപ്പിക്കും. ആൻഡ് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സെയിൽസ് ഓറിയൻറ്റേഷൻ ആൻഡ് മാർക്കറ്റിംഗ് ഇസ് എ ബിസിനസ് അപ്രോച്ച് ദാറ്റ് ഫോക്കസസ് പ്രൈമറിലി ഓൺ സെല്ലിംഗ് പ്രൊഡക്ട്സ് ഓർ സർവീസ് റാദർ ദാൻ ഓൺ കൺസ്യൂമർ നീഡ്സ് ഓർ മാർക്കറ്റ് ഡിമാൻഡ്. ഓക്കെ, companies with sales orientation prioritize aggressive sales techniques, promotion and advertisement to push their product to customers, often with the belief that consumers will not buy enough on their own without significant persuasion. ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനീസ് റിയലൈസ് ചെയ്തൊരു കാര്യമാണ്, നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോയി മാർക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെറുതെ വെച്ചിട്ട് കാര്യമില്ല, അത് കൺസ്യൂമേഴ്സിനെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നിടത്താണ് കമ്പനിയുടെ സക്സസ് ഇരിക്കുന്നത് എന്നുള്ളൊരു തോട്ട് കമ്പനിക്ക് വന്നപ്പോഴാണ് അവരെവിടെ ചേഞ്ച് ചെയ്തത്? സെയിൽസ് ഓറിയൻറ്റേഷനിലോട്ട് മാറിയത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ കൺസ്യൂമേഴ്സിനെ കൊണ്ട് ആ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു സെയിൽസ് ഓറിയൻറ്റേഷനിൽ കമ്പനീസ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദെയർ ഫീച്ചേഴ്സ് ആർ അഗ്രസീവ് സെല്ലിംഗ് ടെക്നിക്സ്. അതായത് നമുക്കറിയാം അഗ്രസീവ് എന്ന് പറയുന്നത് തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ നിർബന്ധിക്കുക, അതായത് പുഷ് ചെയ്തിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കുക. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ സെയിൽസ്മാൻസിനെ ഒരുപാട് പ്രഷർ ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്തുകൊണ്ടിരുന്നത്? പ്രൊഡക്റ്റ് സെയിൽ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് സെയിൽസ് ടാക്ടിക്സൊക്കെ ആൾക്കാർ എടുക്കേണ്ടി വരും. അതായത് ഹൈ പ്രഷർ ഓൺ ദെയർ സെല്ലിങ്. ഓരോ സെയിൽസ്മാൻസിൻ്റെ മുകളിലും ഭയങ്കര പ്രഷറാണ്. അതായത് സാധനങ്ങൾ വിൽക്കുക എന്നുള്ളത് അവർക്ക് ഭയങ്കര പ്രഷർ ചെയ്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതേപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക? ഫ്രീക്വൻ്റ് ആയിട്ട് പ്രൊമോഷൻസ് ക്യാമ്പയിൻസ് കൊടുക്കുക, അതേപോലെ ഡിസ്കൗണ്ട്സും ഓഫേഴ്സും അങ്ങനെ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസൊക്കെ കൊടുത്തിട്ട് കൺസ്യൂമേഴ്സിനെ കൊണ്ട് സാധനങ്ങൾ വാങ്ങിപ്പിക്കും. ഓക്കെ, പിന്നെ ഫോക്കസ് ഓൺ ഷോർട്ട് ടേം സെയിൽസ് ഗോൾ. അപ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലും നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് കുറച്ച് കാലം കൊണ്ട് അതൊന്ന് വിറ്റ് തീർക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു ആക്ച്വലി സെയിൽസ് ഓറിയൻറ്റേഷൻ ഉണ്ടായിരുന്നത്. ഓക്കെ, ഒരിക്കലും ലോങ് ടേം ആയിട്ട് കൺസ്യൂമേഴ്സ് നമ്മുടെ കൂടെ വേണമെന്നോ കൺസ്യൂമേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങണമെന്നോ എന്നുള്ളൊരു തോട്ടൊന്നും കമ്പനീസിന് ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ മാർക്കറ്റിലേക്ക് വിട്ടിട്ടുള്ള പ്രൊഡക്ട്സിനെ മാക്സിമം എന്ത് ചെയ്യുക? സെയിൽ ചെയ്യുക. ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രൊമോഷൻ ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്. ആൻഡ് ആ ഒരു സമയത്താണ് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്സ് ക്യാമ്പയിൻസ് ഒക്കെ കമ്പനീസ് കൊണ്ടുവരാൻ തുടങ്ങിയത്. അതായത് നമുക്കറിയാം ഈ ടെലിവിഷനും റേഡിയോയൊക്കെ വന്നിട്ടുള്ളൊരു കാലഘട്ടമാണ് 1950 ആ ഒരു കാലഘട്ടത്തിലൊക്കെ. അപ്പോൾ സ്ലൈറ്റായിട്ട് ടി വിയിൽ ആൾക്കാർ അഡ്വർടൈസ്മെൻറ്റ് കാണാനും അതേപോലെ അധികം റേഡിയോ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ ആയിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. ദെൻ അതേപോലെ നോട്ടീസുകൾ അച്ചടിച്ചിട്ട് സ്പ്രെഡ് ചെയ്യുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ആക്ച്വലി ഈ ഒരു കാലത്ത് കമ്പനീസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് അതിൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുള്ളത് കമ്പനീസിനല്ല, നമ്മൾ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെ ടൈപ്പ് ഓഫ് സെയിൽസാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഡോർ ടു ഡോർ സെയിൽസ് ഇപ്പോഴും നമുക്ക് നമ്മുടെയൊക്കെ വീടിൻ്റെയൊക്കെ വരാറുണ്ട്, ഡോർ ടു ഡോർ സെയിൽ ചെയ്യുന്ന കുട്ടികളൊക്കെ. അതായത് ബാഗിൽ ഇങ്ങനെ ഒരുപാട് പ്രൊഡക്ട്സ് ഒക്കെ ഇട്ട് വന്നിട്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ട് അവർ പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യും ആൻഡ് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുക. പിന്നെ അതേപോലെ ഈ ബുക്സൊക്കെ ഇപ്പോൾ അങ്ങനെ സെയിൽ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്.
അതായത് ഏതെങ്കിലും തരത്തിലുള്ള എൻസൈക്ലോപീഡിയ പോലത്തെ ബുക്സുകൾ നമ്മുടെ മുന്നിൽ കൊണ്ട് ഡെമോ ചെയ്തിട്ട് നമ്മളെ കൊണ്ടത് വാങ്ങിപ്പിക്കുക. ആക്ച്വലി പ്രൊഡക്റ്റ് നമ്മുടെ അടുത്തേക്ക് വരികയാണ്, നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങാൻ അങ്ങോട്ട് പോവുകയല്ല ചെയ്യുന്നത്, പ്രൊഡക്റ്റും കൊണ്ട് സെയിൽസ്മാൻ നമ്മുടെ അടുത്തേക്ക് വരുന്നൊരു സിസ്റ്റം. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡോർ ടു ഡോർ സെയിൽസ് എന്ന് വിളിക്കുക. അപ്പോൾ ട്രഡീഷണലി ഡോർ ടു ഡോർ സെയിൽ ഓപ്പറേഷൻസ്, അതായത് പണ്ടൊക്കെ ആണെങ്കിൽ വാക്വം ക്ലീനേഴ്സ്, അതേപോലെ എൻസൈക്ലോപീഡിയാസ്, ബുക്സ്, ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വീടുകളിൽ വന്നിട്ട് സെയിൽ ചെയ്യുന്നൊരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡോർ ടു ഡോർ സെയിൽസ് എന്ന് വിളിക്കുക. ആക്ച്വലി അവരുടെ വാചകടിയിലാണ് ആക്ച്വലി നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുക, അല്ലേ, അവരുടെ സംസാരം കൊണ്ട് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റ് വാങ്ങിപ്പോവും. അപ്പോൾ ആക്ച്വലി അവിടെ നമുക്ക് ഒരു ആവശ്യമില്ലാത്തൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും സെയിൽസ്മാൻ്റെ ടാക്ടിക് കൊണ്ട് നമ്മൾ ആ പ്രൊഡക്റ്റ് ചിലപ്പോൾ വാങ്ങിപ്പോവും. അതായത് അവരുടെ സംസാര രീതിയോ അല്ലെങ്കിൽ അവരുടെ സ്റ്റൈൽ ഓഫ് സെല്ലിംഗ് കൊണ്ട് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രൊഡക്റ്റ് വാങ്ങും. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ ആയിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പിന്നെ അതേപോലെ നമുക്ക് എക്സാമ്പിൾ ഏറ്റവും കൂടുതൽ ഇതേപോലെ എന്താണ് ഫോഴ്സ് ചെയ്തിട്ട് സാധനങ്ങൾ വാങ്ങിപ്പിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്ന ആൾക്കാരാണ് കാർ, അതേപോലെ ടൂ വീലറിൻ്റെ ഡീലേഴ്സ്. അപ്പോൾ അവർ എപ്പോഴും കാർ ഡീലർഷിപ്പുകാർ എന്ത് ചെയ്യും, ഒരുപാട് എംപ്ലോയീസിനെ സെയിൽസ് സെൻട്രിക്കായിട്ടായിരുന്നു അവർ പോയിക്കൊണ്ടിരുന്നത്. അതായത് എങ്ങനെയെങ്കിലും ടാർഗറ്റ് വയ്ക്കും, അതായത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ ടാർഗറ്റ് വയ്ക്കും, ദാറ്റ്സ് മന്ത്ലി ഇത്ര പീസസ് അല്ലെങ്കിൽ ഇത്ര യൂണിറ്റ്സ് സെയിൽ ചെയ്യിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ടാർഗറ്റ് വയ്ക്കും. ആൻഡ് ഇവരിങ്ങനെ നടന്ന് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരു സിസ്റ്റം. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി സെയിൽസ് ഓറിയൻറ്റേഷൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് 3 സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. മാർക്കറ്റിങ്ങിൻ്റെ ഫസ്റ്റ് 3 സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ലേറ്റർ നമുക്ക് അടുത്ത ഒരു പോർഷനും കൂടിയും ബാക്കിയുണ്ട്. ഓക്കെ, താങ്ക് യു.